കിലോമീറ്റർ ഒന്നും ഓടിയില്ല. അങ്ങനെയാണെങ്കിൽ ഞാൻ സർവീസ് ചെയ്യേണ്ട കാര്യമുണ്ടോ? പക്ഷേ ശരിക്കും അവർ ടാർഗറ്റ് ഒപ്പിക്കാൻ അല്ലെങ്കിൽ അവരുടെ ഒരു ആവശ്യത്തിന് വേണ്ടിയിട്ടല്ലേ അങ്ങനെ പറയുന്നത്. ഹായ് നമസ്കാരം, ഞാൻ രാകേഷ് എം ജി ടിപ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു. ഇന്ന് ഞാൻ പറയാൻ വന്നിരിക്കുന്ന ടോപ്പിക് എന്ന് പറഞ്ഞാൽ, നമ്മളിപ്പം വാഹനത്തിൻ്റെ എഞ്ചിൻ ഓയിലും സർവീസും കാര്യങ്ങളും എല്ലാം ചെയ്ത് റെഡിയാക്കിയിട്ടിരിക്കുകയാണ്. അതിനുശേഷം നമുക്ക് ഗൾഫിൽ പോകാൻ ചാൻസ് കിട്ടി, നമ്മൾ പുറത്തോട്ട് പോയി, ഗൾഫിൽ എവിടെയെങ്കിലും പുറത്തോട്ട് പോയി നമ്മുടെ വാഹനം കുറേ നാൾ ഷെഡിൽ തന്നെ ഇട്ടിരിക്കുകയായിരുന്നു. അതായത് നമ്മൾ പറഞ്ഞ പോലെ വേറെ കുഴപ്പങ്ങളൊന്നുമില്ല, ഇടയ്ക്ക് സ്റ്റാർട്ട് ചെയ്യാനൊക്കെ ആൾക്കാരൊക്കെ ഉണ്ട്, അങ്ങനെ സ്റ്റാർട്ട് ചെയ്തൊക്കെ ഇടുന്നുണ്ട്, പക്ഷേ വാഹനം ഓടുന്നില്ല. ഇങ്ങനൊരു കണ്ടീഷനാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഒരു ഏകദേശം 1 ഇയർ ഒക്കെ കഴിഞ്ഞിട്ട് നമ്മൾ തിരിച്ച് നാട്ടിൽ വരുന്ന സമയത്ത് നമ്മൾ വാഹനത്തിൻ്റെ സർവീസ് ചെയ്യേണ്ട ആവശ്യമുണ്ടോ? കാരണം 1 വർഷം മുമ്പ് ഞാൻ സർവീസ് എല്ലാം ചെയ്തു, വാഹനം ഒട്ടും തന്നെ ഓടിയിട്ടില്ല. അതായത് ആകപ്പാടെ ഞാൻ അന്ന് മാറിയിരിക്കുന്ന ഓയിൽ ഫിൽറ്റർ മാറി ഏകദേശം ഒരു 3ാമത്തെ വർഷത്തെ സർവീസൊക്കെ തീർത്തിട്ട് തിരിച്ച് പുറത്തോട്ട് പോയി. അതിനുശേഷം ഞാൻ 1 വർഷം കഴിഞ്ഞ് വന്നു. ഇപ്പോൾ ഏകദേശം വാഹനം 4 വർഷമായിട്ടുണ്ട്, പക്ഷേ കിലോമീറ്റർ ഒന്നും ഓടിയില്ല. അങ്ങനെയാണെങ്കിൽ ഞാൻ സർവീസ് ചെയ്യേണ്ട കാര്യമുണ്ടോ? പലരുടെയും മനസ്സിലുള്ളൊരു വലിയൊരു സംശയമാണ്. കാരണം സർവീസ് ചെയ്യണോ, സർവീസ് സെൻറ്ററിൽ ചോദിക്കുമ്പോൾ അവർ ചെയ്യണമെന്ന് പറയുന്നത്, പക്ഷേ ശരിക്കും അവർ ടാർഗറ്റ് ഒപ്പിക്കാൻ അല്ലെങ്കിൽ അവരുടെ ഒരു ആവശ്യത്തിന് വേണ്ടിയിട്ടല്ലേ അങ്ങനെ പറയുന്നത്. ഇത് പലരുടെയും മനസ്സിലുള്ളൊരു സംശയമാണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ എപ്പോഴും റെക്കമെൻഡ് ചെയ്യുന്നൊരു കാര്യം, കൃത്യം 1 വർഷം ആകുമ്പോഴത്തേക്കും എഞ്ചിൻ ഓയിൽ മാറിയിരിക്കണം, ഉറപ്പായിട്ടും മാറിയിരിക്കണം. പ്രത്യേകിച്ച് നമ്മുടെ വാഹനം ഓടുന്നില്ലെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ എല്ലാ കാര്യങ്ങളും, അതായത് 4ാമത്തെ വർഷം എന്ന് പറഞ്ഞാൽ പ്രത്യേകിച്ച് എല്ലാ വാഹനങ്ങളുടെ മേജർ സർവീസാണ് വരുന്നത്, അതായത് എല്ലാം മാറേണ്ട സർവീസാണ് വരുന്നത്, പ്രത്യേകിച്ച് മാരുതി വാഹനങ്ങളുടെ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെക്ക് ചെയ്യേണ്ട ഒരു കാര്യം, അതായത് 4ാമത്തെ വർഷം ആയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾ എഞ്ചിൻ ഓയിൽ മാറിയിരിക്കണം. അത് 4ാമത്തെ വർഷം ആയതുകൊണ്ടല്ല, വാഹനത്തിൻ്റെ എഞ്ചിൻ ഓയിൽ റീപ്ലേസ് ചെയ്തിട്ട് 1 വർഷം ആയിട്ടുണ്ടെങ്കിൽ. കാരണം കിലോമീറ്റർ ഓടിക്കാണത്തില്ല, കുഴപ്പമില്ല, പക്ഷേ അതിൻ്റെ പ്രോപ്പർട്ടി നഷ്ടമായി. നമ്മളൊരു പ്രോഡക്റ്റ് മേടിക്കുന്ന പോലെ, അതായത് ഇപ്പോൾ എഞ്ചിൻ ഓയിൽ എന്ന് പറഞ്ഞാൽ ഒരു പ്രോഡക്റ്റാണ്, ഫുഡ് ഐറ്റംസ് എന്ന് പറയുന്നത് അതൊരു പ്രോഡക്റ്റാണ്. ഏകദേശം ഒരു ഫുഡ് ഐറ്റം നമ്മൾ പൊട്ടിച്ച് കഴിഞ്ഞാൽ അതിനകത്ത് പറഞ്ഞെന്നുണ്ടായിരിക്കും ഇത്രയും ദിവസത്തിനകത്ത് കൺസ്യൂം ചെയ്തോണം, അല്ലെങ്കിൽ അത് കേടായിപ്പോവും. അത് വളരെ വ്യക്തമായിട്ട് പാക്കറ്റിൽ കൊടുത്തിട്ടുണ്ടായിരിക്കും. അതുപോലെ തന്നെയാണ് വാഹനത്തിൻ്റെ എഞ്ചിൻ ഓയിൽ. സീൽഡ് ആണെന്നുണ്ടെങ്കിൽ ഇത്രയും വർഷം വരെ, അല്ലെങ്കിൽ കുറേ വർഷം വരെ അത് ഇരുന്നോളും. പക്ഷേ ഇത് സീല് പൊട്ടിച്ച് നമ്മുടെ വാഹനത്തിൻ്റെ എഞ്ചിൻ ഓയിലായിട്ട് അല്ലെങ്കിൽ നമ്മുടെ വാഹനത്തിലോട്ട് ഒഴിച്ചു, ഈ എഞ്ചിൻ ഓയിൽ നമ്മുടെ വാഹനം സ്റ്റാർട്ട് ചെയ്യുന്നതിനനുസരിച്ച് ഈ എഞ്ചിൻ ഓയിൽ എല്ലായിടത്തും പോയി ചൂടായിട്ട്, അതായത് നന്നായിട്ട് ചൂടായിട്ടും ഇതിൻ്റെ കാർബൺ, അതായത് എഞ്ചിൻ ഓയിൽ, നമ്മുടെ എഞ്ചിനകത്തുള്ള കാർബണും കാര്യങ്ങളൊക്കെ ഈ എഞ്ചിൻ ഓയിൽ വലിച്ച് എഞ്ചിൻ ഓയിലിൻ്റെ ഫിൽറ്ററിൽ കൊണ്ടുവന്ന് ഇതിങ്ങനെ ഫിൽട്രേഷനും സർക്കുലേഷനും ലൂബ്രിക്കേഷനും എല്ലാം നടന്നുകൊണ്ടിരിക്കും. ഇങ്ങനെ നടക്കുന്ന സമയത്ത് ഇതിൽ ഏതെങ്കിലും രീതിക്ക്, അല്ലെങ്കിൽ ഇതിങ്ങനെ വൺസ് ഇതൊന്ന് ചൂടായി തണുത്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ പ്രോപ്പർട്ടി സ്റ്റാർട്ട് ചെയ്തു, അതായത് ഇതിൻ്റെ പ്രോപ്പർട്ടി ഇങ്ങനെ നശിച്ചുകൊണ്ടിരിക്കുകയാണ് ഓരോ ദിവസം കൂടുന്നതോറും. അതുകൊണ്ടാണ് കൃത്യം ഇതിന് 1 വർഷം കാലാവധി പറയുന്നത്. പിന്നെ എയർ ഫിൽറ്റേഴ്സും കാര്യങ്ങളൊക്കെ ഇതൊക്കെ 4 ഇയേഴ്സിൽ മാറേണ്ടതാണ്, 4th ഇയറിൽ മാറേണ്ടതാണ്. പക്ഷേ അതിന് വലിയ കുഴപ്പമില്ലെങ്കിൽ മാറണ്ട എന്ന് ചിലരൊക്കെ പറയുമെങ്കിൽ പോലും ഞാൻ ഒരിക്കലും അത് റെക്കമെൻഡ് ചെയ്തില്ല. കാരണം 4 വർഷമായിട്ട് ആ വാഹനത്തിലിരിക്കുന്ന അതേ എയർ ഫിൽറ്ററാണ്, മാറിവിടുന്നതാണ് നല്ലത്. കാരണം ചെറിയൊരു എമൗണ്ടേ വരുന്നുള്ളൂ, ഏകദേശം ഒരു 320-400 രൂപയൊക്കെ മാത്രം വരുന്നുള്ളൂ. ആ ഒരു ചെറിയ ലാഭത്തിന് വേണ്ടിയിട്ട് അതൊരു ഇതായിട്ട് വെക്കണം എന്ന് ഞാൻ പറയത്തില്ല. അത് പിന്നെ അപ് ടു യു, നിങ്ങളുടെ ഇഷ്ടമാണ്. പക്ഷേ എഞ്ചിന് വേറെ പ്രോബ്ലംസോ കാര്യങ്ങളൊന്നും വരാതിരിക്കാൻ വേണ്ടി ഉറപ്പായിട്ടും എഞ്ചിൻ ഓയിൽ മസ്റ്റായിട്ട് മാറി വിട്ടണം. വേറെ ഒന്നും മാറിയില്ലെങ്കിൽ പോലും എഞ്ചിൻ ഓയിൽ മാറിക്കോണം. കാരണം ആ എഞ്ചിൻ ഓയിൽ ഇനി ഒന്നിനും കൊള്ളത്തില്ല. 1 വർഷം കഴിഞ്ഞാൽ അതിൻ്റെ പ്രോപ്പർട്ടി നഷ്ടപ്പെട്ടു, അല്ലെങ്കിൽ പൂർണ്ണമായിട്ട് നഷ്ടപ്പെട്ടിരിക്കുകയാണ്. അതുകൊണ്ട് നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ഉറപ്പായിട്ടും എഞ്ചിൻ ഓയിൽ മാറിവിടുക. അതിൽ വേറെ കോംപ്രമൈസോ കാര്യങ്ങളൊന്നും എടുക്കാതിരിക്കുന്നതാണ് ഏറ്റവും നല്ലത്.